ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ എത്തിയേക്കുന്നത് വെയിറ്റ് ലോസ് ജേർണീനെ കുറിച്ചുള്ള കുറച്ചും കൂടി കാര്യങ്ങളോട് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ്. നമ്മളെ മിക്കപ്പോഴും എല്ലാവരും പറയുന്നതാണ് ഇത്രയും ഡിഫിക്കൽട്ടുള്ളൊരു കാര്യമാണ് വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് തന്നെ അത് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. പിന്നെ അത് അങ്ങനെ പല പല കാര്യങ്ങളും ഇത്രയും ആൾക്കാർ ഇത്രയും കുറച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് മെയിനായിട്ടുള്ള ഒരു വെയിറ്റ് ലോസിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ ഫിസിക്കായിട്ട് നമ്മളിങ്ങനെ വണ്ണമുള്ള ഒരാള് പിന്നെ ഒരു ഞാൻ വണ്ണത്തിലിരിക്കുമ്പോൾ എനിക്ക് കോൺഫിഡൻ്റ് അല്ല, എനിക്ക് മെലിഞ്ഞിരിക്കാനാണ് ഇഷ്ടം, അങ്ങനെ ചിന്തിക്കുന്നവരാണ് വെയിറ്റ് ലോസിലേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മുടെ ആ ഒരു ബ്യൂട്ടിക്ക് വേണ്ടി മാത്രമാണോ, നമ്മുടെ ആ ഒരു ഫിസിക്കലായിട്ട് നമ്മൾ കാണാൻ ഒരാളെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു അട്രാക്ഷനോ അതിനും മറ്റും മാത്രമാണോ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഒരിക്കലും അല്ല. വെയിറ്റ് ലോസിന് ഭയങ്കര വലിയ വലിയ അഡ്വാൻറ്റേജ് തന്നെ നമ്മുടെ ലൈഫിലുണ്ട്. വെയിറ്റ് ലോസ് ചെയ്യുന്നതിലൂടെ പല പല അസുഖങ്ങളും നമുക്കൊരു പരിധിവരെ നിയന്ത്രിക്കാനും അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അത് മാറ്റാനും വേണ്ടി പറ്റും. ഡയബറ്റിക്, ഹൈപ്പർ ടെൻഷൻ, അതുപോലെ തന്നെ കൊളസ്ട്രോള്, ഇതിൻ്റെയൊക്കെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ലോസിലൂടെ സാധിക്കുന്നതാണ്. അതുപോലെ ഹാർട്ട് അറ്റാക്കിൻ്റെ ആ ഒരു സാധ്യതയില്ലേ, ഇത്രയും പെർസെൻറ്റേജ് ഒബീസിറ്റി ഉള്ള ആൾക്കാരിൽ ഹാർട്ട് അറ്റാക്ക് റേറ്റ് കൂടുതലാണെന്ന് നമുക്കറിയാം. അപ്പോൾ അവർ അത്തരത്തിലുള്ള ആൾക്കാർ വെയിറ്റ് ലോസ് ചെയ്യുന്നതിലൂടെ ഹാർട്ട് അറ്റാക്കിൻ്റെ ആ ഒരു വരാനുള്ള സാധ്യത കുറയുന്നുണ്ട്. പിന്നെ നമ്മൾ ജനറലി പറയുന്ന പോലെ തന്നെ മുട്ടുവേദന, കാലുവേദന, പിന്നെ ജോയിന്റ്, അങ്ങനെ ഓരോ ജോയിന്റ് പെയിൻസ്, അങ്ങനെ ഓരോ വേദനകൾ ഉള്ളവർ ഇതുപോലെ വെയിറ്റ് ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം നമ്മുടെ അപ്പർ ബോഡീൻ്റെ വെയിറ്റ് താങ്ങാൻ പറ്റാതാണല്ലോ നമുക്ക് കൂടുതലും മുട്ടുവേദന കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്നതിലൂടെ അത് നമുക്ക് മുട്ടുവേദന അങ്ങനത്തെ ജോയിന്റ് പെയിൻസിന് നല്ല മാറ്റം വരുന്നതായിട്ട് കൂടുതൽ ആൾക്കാർ പറയുന്നുണ്ട്. നമ്മൾ വർക്കൗട്ട് ഇതിൻ്റെ കൂടെ വെയിറ്റ് ലോസിൻ്റെ കൂടെ വർക്കൗട്ടും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇതുപോലെ പെയിന് കുറക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോർമലി ഒരു വെയിറ്റ് ലോസിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ. പക്ഷെ ഇത് മാത്രമൊന്നുമല്ല, പല പല രീതിയിലുള്ള ബെനിഫിറ്റുകൾ നമുക്ക് ഈ വെയിറ്റ് ലോസിലൂടെ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്നതിലൂടെ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ടാവും, ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ടാവും. അതുപോലെ വർക്കൗട്ടുകൾ, ജിം വർക്കൗട്ടോ അല്ലാതെ കാർഡിയോ, എന്തായാലും നമ്മുടെ ഇഷ്ടം പോലെ സൗകര്യം പോലെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ സ്റ്റാമിന, അതുപോലെ സ്ട്രെങ്ത്, അതുപോലെ നമ്മുടെ സ്ലീപ്പ്, ഇതിനെയൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് പറയുന്നത്. നമ്മൾ ഒരു വെയിറ്റ് എടുക്കാൻ പോലും പറ്റാതിരുന്ന ഒരാളെ, അല്ലെ ഇത്രയും നടക്കാനോ ഒന്നും ഓടാനോ പറ്റാതിരുന്ന ആൾക്ക് അതൊക്കെ ചെയ്യാനുള്ളൊരു സ്റ്റാമിന, ഒരു എനർജിയൊക്കെയാണ് അതിലൂടെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്ലീപ്പ്, നമുക്ക് കറക്റ്റായിട്ട് ഉറക്കം കിട്ടാത്ത ആ ഒരു ഫ്ലോ ഇല്ലാത്ത ഒരാളാണെങ്കിൽ അവർക്ക് കൂടുതലായിട്ടും പിന്നെ നല്ല രീതിയിൽ ഉറക്കുക. കാരണം നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ ഫുഡ് കഴിക്കുന്നുണ്ട്, നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിരിക്കും, വെള്ളം നന്നായിട്ട് കുടിക്കുന്നുണ്ട്, നമ്മുടെ ബാലൻസ്ഡ് മീലായിട്ട് നമ്മൾ ഫുഡ് എടുക്കുന്നുണ്ട്, പ്രോട്ടീൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഉറക്കത്തിൻ്റെ ആ സ്ലീപ്പിംഗ് പാറ്റേൺ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പലരുടെയും കണ്ടിട്ടുണ്ട് വെയിറ്റ് ഗെയിൻ ആയിരുന്നു, അതായത് വണ്ണമുള്ള ടൈം ഒരു ഡള്ളായിട്ടുള്ള ഒരു ഫേസ് ആയിരിക്കും. പക്ഷെ വെയിറ്റ് ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നല്ല ഗ്ലോ ആയിട്ടുള്ള, കുറച്ചും കൂടി ഫെയർ ആയിട്ടുള്ള പിന്നെ ഫേസ് ഉണ്ടാകുന്ന കാണുന്നുണ്ട്. അപ്പോൾ അത് അവർ വേറെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളും ചെയ്യുന്നവരുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് സ്പെഷ്യലായിട്ട് അതിൻ്റെ ആ ഒരു ബെനിഫിറ്റായിട്ട് എനിക്ക് തോന്നിയത്, എനിക്കും ഉണ്ടായ ഒരു ബെനിഫിറ്റാണ് അത് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ സ്കിന്നിനെ വല്ലാത്ത രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ നല്ല ഹൈഡ്രേറ്റഡ് ആയിരിക്കും, നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കും, നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിക്കുമ്പോൾ, എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്ക് ആ ഒരു എഫക്റ്റ് ഉണ്ടാവുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മളെ സ്കിന്ന് നന്നായി വരുന്നുണ്ട്, ഗ്ലോ ആയി വരുന്നുണ്ട്, കുറച്ചും കൂടി ക്ലീൻ ആയിട്ട് വരുന്നുണ്ട്. വെളുക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ കുറെ പാടും കുഴിയും ഒക്കെ ഉള്ള സ്കിന്നാന്ന് വിചാരിക്കും. അപ്പൊ അത് ഈ ഒരു കാര്യങ്ങളിലൂടെയൊക്കെ അത് നന്നായിട്ട് വരുന്നതുകൊണ്ട് തന്നെ നല്ല ഗ്ലോ വരും, നല്ല ഒരു ഹെൽത്തി സ്കിന്ന് കിട്ടും നമുക്ക്. വെളുക്കുക കറക്കുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതല്ലല്ലോ നമ്മൾക്ക് ഒരിക്കലും. വെളുക്കുക എന്നുള്ളതല്ല, നമുക്കൊരു ഹെൽത്തി സ്കിന്ന് കിട്ടുന്നുണ്ട് നമുക്ക്
നല്ല ഗ്ലോ ഉള്ള ഒരു സ്കിന്ന് കിട്ടുന്നുണ്ട്. അതെന്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. നമ്മൾ ബേസിക്കലി ഇത് പറയാത്തൊരു കാര്യമാണ്. ഒരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് നമുക്ക് സ്കിന്ന് നമ്മുടെ നന്നായി വരിക. ഓവറോൾ ബോഡി, ഫേസ് മാത്രമല്ല, ഓവറോൾ നമ്മുടെ ബോഡിയിൽ സ്കിന്ന് നന്നായിട്ട് ഹെൽത്തി ആയിരിക്കുന്ന ഒരു സ്കിന്ന് കിട്ടുന്നത് വേറെ ഒരു പ്രത്യേകത, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്, മെന്റൽ ഹെൽത്തിന്റെ കേസ് എടുക്കുവാണെങ്കിൽ നമുക്ക് വലിയ രീതിയിൽ മെന്റലി നമുക്ക് അത്രയും നമ്മൾ ഫ്രസ്ട്രേറ്റഡും കാര്യങ്ങളും ടെൻസ്ഡും ഒക്കെ ആയിരുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഈ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുന്ന, ഒരു ഹെൽത്തി ഇത് ചെയ്യുന്നതിലൂടെ, എക്സസൈസ് ചെയ്യുന്നതിലൂടെ, ഹൈഡ്രേറ്റ് ആയിട്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്നതിലൂടെ ഒക്കെ നമുക്ക് മെന്റൽ ഹെൽത്തിനെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ഉറക്കത്തിനെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമുക്ക് നല്ല ഉറക്കം കിട്ടും. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ നല്ല രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഡയറ്റ്, എക്സസൈസ്, വെയിറ്റ് ലോസ് എന്നൊക്കെ പറയുന്നത്. എൻ്റെ പേഴ്സണൽ കാര്യം എടുക്കുവാണെങ്കിൽ എനിക്ക് എന്തൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് വളരെയധികം ചേഞ്ച് വന്നിട്ടുണ്ട്. എനിക്ക് സ്പെഷ്യലി അങ്ങനെ എടുത്തു പറയാനില്ല, കുറേ കാര്യങ്ങൾ എനിക്ക് ചേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ സ്റ്റാമിന, എനിക്ക് ഇത്രയും ചെയ്യാൻ നടക്കുന്നതും ഓടുന്നതും അങ്ങനത്തെ ചെയ്യുന്നതിൻ്റെ സ്റ്റാമിനയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതുപോലെ എൻ്റെ സ്ലീപ്പിംഗ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ വേറെ കുറേ കാര്യങ്ങളെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഒരു മെന്റലി ഒരു സ്ട്രോങ് ആയ പോലെ തോന്നിയിട്ടുണ്ട്. ഞാൻ ഒരു വെയിറ്റ് ലോസ് കഴിഞ്ഞ് ഞാനിങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു മെന്റലി സ്ട്രോങ് ആയ പോലെ, ഒരു കോൺഫിഡൻ്റ് ആയ പോലെ ഒരു ഫീലിംഗ് ആണ് ഉണ്ടായിട്ടില്ല. കാരണം ബേസിക്കലി ഞാൻ വണ്ണം വെച്ചിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പത്തിലേ മെലിഞ്ഞിട്ടുള്ള ആളായിരുന്നു. ഞാൻ പിന്നെ ഒരു കുറച്ച് വർഷം ഞാൻ അങ്ങനെ എന്തൊക്കെയോ കാരണങ്ങൾ, നമ്മുടെ ജനറ്റിക്കും കാര്യങ്ങളും എന്തൊക്കെയാണെന്നൊന്നും എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ഞാൻ അങ്ങനെ വണ്ണം വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ അത് ഞാൻ പഴയതിലേക്ക് തന്നെ വന്നപ്പോൾ അപ്പൊ എനിക്കുണ്ടായിരുന്ന ഒരു കോൺഫിഡൻറ്റ്, കാരണം ഞാൻ ഒരിക്കലും തിരിച്ച് ഇതുപോലെ വരുന്നു വിചാരിച്ച ആളേ അല്ല. അപ്പൊ ഇങ്ങനെ വന്നപ്പോഴേ എനിക്ക് വല്ലാത്ത കോൺഫിഡൻസ് വന്നു, വല്ലാത്ത ഒരു വിൽ പവർ വന്നു. എന്തും എനിക്ക് ചെയ്യാൻ പറ്റും, ഞാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തും എനിക്ക് നേടാൻ പറ്റും, എൻ്റെ ശ്രമമാണ് എനിക്ക് നല്ലത് ഉണ്ടാക്കുന്നത്, അങ്ങനെ ഒരു ചിന്ത എനിക്ക് വന്നു. അതെനിക്ക് ഭയങ്കര മെന്റലി ഒരു പവർ തന്നെ തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് ഇപ്പോൾ ഈ ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്നു, എക്സസൈസ് ചെയ്യുന്നു, വെള്ളം കുടിക്കുന്നു, ഇങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ഡിസിപ്ലിൻ വരും നമ്മുടെ ലൈഫിൽ. നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെ ഒരു ഷെഡ്യൂൾ വെച്ചിട്ട്, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ഷെഡ്യൂൾ ഇങ്ങനെ പോകുന്നല്ല, നമുക്കൊരു ഡിസിപ്ലിൻഡ് ആയിരിക്കും നമ്മുടെ ലൈഫ്. തോന്നിയ പോലെ ചെയ്യാന്നല്ലാതെ ഫുഡ് ഹാബിറ്റ് ശ്രദ്ധിക്കാതെ, വെള്ളം കുടിക്കാതെ, ഉറങ്ങാതെ, അങ്ങനെ നമ്മുടെ ബോഡീനെ നമ്മൾ വീക്കാക്കുക അല്ലാതെ നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടമായി തുടങ്ങും. എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ, ഞാനിതൊക്കെ ചെയ്യുന്നുണ്ടല്ലേ എന്നുള്ള നമുക്ക് നമ്മളോട് തന്നെ ഒരു പ്രൗഡ് ഫീലിംഗ് ആയിരിക്കും. അപ്പൊ അതിലൂടെയാണ് നമുക്ക് സെൽഫ് ലവ് എന്നുള്ളൊരു കാര്യം വരുന്നത്. നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങും, നമ്മളെ തന്നെ കുറച്ചും കൂടി നമ്മൾ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ആവും നമ്മുടെ കാര്യങ്ങളിൽ. എനിക്ക് ഇങ്ങനെ ചെയ്യണം, എനിക്ക് അങ്ങനെ ചെയ്യണം, എനിക്ക് ഈ ഹെൽത്തി ആയിട്ട് ഈ കാര്യങ്ങൾ നോക്കണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മളെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അത് ഫോളോ ചെയ്യാനൊക്കെ തുടങ്ങും. അത് വലിയ രീതിയിൽ നമുക്ക് സെൽഫ് ലവ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം തന്നെയാണ്. സെൽഫ് ലവ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം നമ്മളെ സ്നേഹിക്കുക, നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളും നമുക്ക് പോസിറ്റീവ് ആക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഫസ്റ്റ് നമ്മളെ തന്നെ സ്നേഹിക്കണം, വേറെ ആർക്കും ആ ഒരു ഇത് വിട്ടുകൊടുക്കരുത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ആരെയാന്ന് വെച്ചാൽ സ്നേഹിക്കാം. നമ്മളെ തന്നെ സ്നേഹിക്കണം, നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് വളരെയധികം കോൺസെൻട്രേഷൻ വന്നതുപോലെ തോന്നിയിട്ടുണ്ട്. എനിക്കിങ്ങനെ പല കാര്യങ്ങളും ഉള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, എസ്പെഷ്യലി ഞാൻ ഒരു ക്രിയേറ്റിവിറ്റി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ട് തന്നെ അതിനൊരു കോൺസെൻട്രേഷൻ, നമുക്ക് ആ ഒരു ചിന്തിച്ച് കിട്ടേണ്ട ആ ഒരു ഐഡിയ വേണ്ട, ആ ഒരു ഇത് വേണം. അപ്പോൾ അതെനിക്ക് വല്ലാത്ത രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുള്ളത് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ
സന്തോഷം എന്ന് പറഞ്ഞ ഹാപ്പിനെസ് വല്ലാതെ. കാരണം ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ലൈഫ് ഡിസിപ്ലിൻഡ് ആയിട്ട് പോകുന്നു, അതുപോലെ നമ്മൾ ഇങ്ങനെ ഒരു വിൽ പവർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, നമുക്ക് സെൽഫ് ലവ് ഉണ്ടാവുന്നു, അങ്ങനെ പല പല ഏരിയാസ് നമ്മൾ നല്ല രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് വലിയ രീതിയിൽ ഹാപ്പിനെസ് ഉണ്ടാകുന്നത് ജീവിതത്തിൽ. നമ്മൾ വെറുതെ ജീവിക്കുന്നതല്ല, നമുക്ക് അങ്ങനെ ലക്ഷ്യങ്ങളില്ലാതെ നമ്മൾ അങ്ങനെ ഇങ്ങനെ ഒന്നും അല്ല. ഇത്രയും കാലം നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതിന് ശേഷം നമുക്ക് വലിയ രീതിയിലുള്ള ഒരു സന്തോഷവും, എന്താ പറയുക, നമുക്ക് ലൈഫിനോട് ഭയങ്കര ഒരു ആഗ്രഹവും, നമുക്ക് നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള ചിന്തയും അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം എന്നുള്ള ആ ഒരു ചിന്തയും ഒക്കെ നമുക്ക് വരും. അത് നമുക്ക് വലിയ രീതിയിൽ ഒരു സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. പിന്നെ പറയാനാണെങ്കിൽ മെച്യൂരിറ്റി. നമുക്ക് ഇപ്പോൾ ഞാൻ തടിച്ചിരുന്നിട്ട് അത്രയും പേരെ നമുക്ക് ഇൻസെക്യൂരിറ്റി, ഞാൻ തടിച്ചിട്ടാണല്ലോ, അപ്പോൾ ഓരോ നീ ഇത്രയും വണ്ണം വെച്ചല്ലോ, അങ്ങനെയായാലും ഇങ്ങനെ ഓരോരുത്തർ പറയും, നമുക്കത് മനസ്സിൽ തട്ടുക, വിഷമാവുക, അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളൊരു വെയിറ്റ് ലോസും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് നമ്മൾ അവരുടെ മുമ്പിൽ നിന്നിട്ട് പറയാണ്, ഞാൻ ചെയ്തതാണ് ശരി, ഞാൻ ചിന്തിച്ചതാണ് ശരി, ഞാൻ എന്താണോ ചിന്തിച്ചത് അത് ഞാൻ നേടി. ഇപ്പോൾ നിങ്ങൾ എത്രയും പേര് എന്നെ കളിയാക്കിയിട്ടും എനിക്കത് ചെയ്യാൻ വേണ്ടി പറ്റി, ഞാൻ ഈ ലെവലിലേക്ക് മാറി എന്ന് നമ്മൾ അവരോട് വിളിച്ചു പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ അവരുടെ മുൻപിൽ പോയി നിൽക്കുമ്പോൾ അത് തന്നെയാണ് അവർക്ക് തോന്നുന്നത്. ചില ആൾക്കാർ നമ്മളോട് എത്ര നന്നായിട്ട് നന്നായി നന്നായി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർ ആ നന്നായി പറയുന്നത് ഒരിക്കലും നല്ല മനസ്സോടെ അല്ലാതെ നമുക്കറിയാം. അത് തന്നെ മതി നമുക്ക് അവരോടുള്ള ഒരു സ്വീറ്റ് റിവെഞ്ച് എന്ന് പറയുന്നത്, നമ്മളെ അങ്ങനെ കളിയാക്കുകയോ ഒക്കെ ചെയ്ത ആൾക്കാരുടെ മുന്നിൽ. അപ്പൊ നമുക്കിങ്ങനെ മെച്യൂരിറ്റി ഉണ്ടാവും. നമുക്ക് ഒരാള് ഇപ്പം നീ വന്ന് മെലിഞ്ഞു, നീ ഇപ്പം ചിലർ പറയും, എനിക്ക് ഓർമ്മയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാനൊരു സ്റ്റേജ് എത്തി ഒരു വണ്ണം കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പലരും പറഞ്ഞു, നീ ഇത്ര മതി, നീ ഇത് ഫിറ്റാണ്, നീ കറക്റ്റാണ്, ഇനി നീ വണ്ണം കുറക്കല, ഇനി വണ്ണം കുറച്ച് ശരിയാവില്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അവർ പറഞ്ഞൊന്നും കേട്ടില്ല. എനിക്ക് എന്താണോ തോന്നിയേ, എനിക്ക് ഏത് വണ്ണം, എൻ്റെ ഐഡിയൽ വെയിറ്റ് ഏതാണോ, എൻ്റെ BMI അനുസരിച്ചുള്ള പിന്നെ വെയിറ്റ് ഏതാണോ, എനിക്ക് എന്നെ ഫിറ്റായിട്ടും എനിക്ക് എന്നെ കാണാൻ ഇഷ്ടമുള്ളതും എങ്ങനെയാണോ ആ വെയിറ്റിലേക്ക് എത്താനാണ് ഞാൻ ശ്രമിച്ചത്. എന്നോട് വണ്ണം കുറക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് ഞാൻ കുറച്ചിട്ടില്ല, കൂട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൂട്ടിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് തോന്നി, എനിക്ക് ആരിപ്പോൾ എന്നോട് എന്ത് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് തോന്നണം അത് ഞാൻ ചെയ്യണം, അത് ഓക്കെയാണ്, അവർ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയാൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അങ്ങനത്തെ ഒരു മെച്യൂരിറ്റി, ആൾക്കാർ പറയുന്നതിലും നല്ലത് മാത്രം എടുത്തിട്ട് വേണ്ടതിന് നമ്മൾ ഒഴിവാക്കാനുള്ള മെച്യൂരിറ്റിയും കാര്യങ്ങളും. കാരണം ഞാൻ ഇന്ന് മെലിഞ്ഞ് അവർ ഓക്കെ നല്ലതായിട്ടുണ്ടെന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അവർ ചോദിക്കുക, നീ എന്താ മെലിഞ്ഞിരിക്കുന്നത്, നീക്ക് ഫുഡൊന്നും ഇല്ലേ വീട്ടിൽ കഴിക്കാനാണ് അവർ ചോദിക്കുക. അവർക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കണം, അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണോ ചെയ്യാണ്ടേ, നമ്മുടെ ഇഷ്ടം എന്താണോ നമ്മൾ അങ്ങനെ ചെയ്ത് ജീവിച്ചാൽ തന്നെ നമുക്ക് ലൈഫ് ഭയങ്കര സന്തോഷം തരുന്ന കാര്യം തന്നെയായിരിക്കും. നമുക്ക് നല്ല എന്താ പറയുക, ഹാപ്പി ആയിട്ട് തന്നെ നമുക്ക് ആഗ്രഹിച്ചിട്ട് തന്നെ നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ ഇന്നത്തെ ഇതിൽ പറഞ്ഞത്, നമുക്ക് എന്താണ് നമ്മൾ ബേസിക്കലി പറയുന്ന കുറച്ച് കോമൺ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് അല്ലാതെ വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വെയിറ്റ് ലോസ് ചെയ്തതിലൂടെ നമുക്ക് എന്തൊക്കെ നേടാം, എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടും അല്ലാതെ ഞാൻ മനസ്സിലാക്കിയ, ഞാൻ റിസർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് ഇതൊക്കെ മനസ്സിൽ വെക്കണം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും നമ്മൾ ആ വണ്ണം കുറഞ്ഞ് നമ്മൾ ഫിറ്റായി 4 ആൾക്കാരുടെ മുന്നിൽ നമുക്ക് പോയി നിന്നിട്ട് ഷൈൻ ചെയ്യാന്ന് അത് ചിന്തിക്കണം, അത് ഒബ്വിയസ്ലി അത് ചിന്തിക്കണം. പക്ഷെ അതിൻ്റെ കൂടെ നമുക്ക് ഇത്രയും ബെനിഫിറ്റുകൾ ഉണ്ട്. അപ്പം നമ്മൾ അത് ചെയ്യാനുള്ള ആ ഒരു പവർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും ബെനിഫിറ്റുകൾ ഉണ്ട് എന്ന് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ ഈ വെയിറ്റ് ലോസുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. എത്തരത്തിലൊക്കെ ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റുമെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ഓക്കെ, ബൈ.